ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും ഹൈക്കോടതി. സംസ്ഥാനത്തിന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. ഇന്ന് 400 മുതൽ 500 മെഗാവാട്ട് വരെ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ അറിയിക്കാൻ സൗകര്യമൊരുക്കി മോട്ടോർ വാഹന വകുപ്പ്. അഭിപ്രായം അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സർവേ തുടങ്ങി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടത്തിയ പ്രകടനങ്ങളിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് CPI. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കെ രാജൻ MLA കത്ത് നൽകി. പ്രിയദർശിനി സർവീസിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി KSRTC CMD. ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡിനും നിർദ്ദേശം. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. പ്രദേശത്ത് 1.5 മാസമായി ഭീതി പരത്തിയ പുലിയാണ് കുടുങ്ങിയത്. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ ശക്തമായി. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടില്ലെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും കമ്മിറ്റി വെറും ഭരണപരമായ ട്രസ്റ്റ് മാത്രമാണെന്നും ഓർമ്മിപ്പിച്ച ഹൈക്കോടതി 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്നും നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ഡിജിറ്റൽ പണമിടപാടുകളിലെ വീഴ്ച സംബന്ധിച്ച വിഷയം പരിഗണിച്ചപ്പോഴാണ് കണക്കുകൾ പൂർണ്ണമായി ഓഡിറ്റ് നൽകാത്തതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലായി പോകുന്നുവെന്നും ഓഡിറ്റിൽ സമഗ്രമായ പരിഷ്കരണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. എല്ലാ മാസാവസാനവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകാരത്തിന് നൽകണം. എല്ലാ വർഷവും ജൂൺ 30 മുൻപ് ദേവസ്വത്തിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തണം. നിയമാനുസൃത കാര്യങ്ങൾക്ക് മാത്രമേ ദേവസ്വം പണം ചെലവാക്കാൻ പാടുള്ളൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാർഷിക കണക്കെടുപ്പിൽ വീഴ്ചയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശനമുയർത്തിയിരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകാമെന്ന് KSEB. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള മഴക്കുറവും ഉയർന്ന താപനിലയും മൂലം വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം രാജ്യത്താകെ വൈദ്യുതി ആവശ്യകത ഉയർന്നതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ആവശ്യമായ വൈദ്യുതി ലഭ്യമാകുന്നതിലും കുറവുണ്ട്. ഈ സാഹചര്യത്തിൽ ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാതെ വന്നാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്നാണ് KSEB വ്യക്തമാക്കുന്നത്. മഴയുടെ ലഭ്യതയും വൈദ്യുതി ഉപഭോഗവും അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ അറിയിക്കാം. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സർവേ തുടങ്ങി. സുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ നടത്താമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. തുടർ നടപടിയായാണ് മോട്ടോർ വാഹന വകുപ്പ് സർവേ തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ആശങ്കകളും ക്ഷണിക്കുകയും അവയുടെ നിയമസാധുതകൾ പരിശോധിക്കുകയുമാണ് ലക്ഷ്യം. റോഡ് സുരക്ഷയും പരിസ്ഥിതി മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വാഹനപ്രേമികൾക്ക് അനുയോജ്യമായ നയരേഖ രൂപീകരിക്കാൻ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗൂഗിൾ ഫോം വഴിയുള്ള സർവേ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർവേയിൽ പങ്കെടുക്കുന്നവർ വ്യക്തിവിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം തങ്ങൾ ആഗ്രഹിക്കുന്ന വാഹന മോഡിഫിക്കേഷനെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാം. വാഹനത്തിന്റെ ബോഡിയിലെ മാറ്റങ്ങൾ, എഞ്ചിൻ മോഡിഫിക്കേഷൻ, ബ്രേക്ക് സിസ്റ്റത്തിലെ മാറ്റങ്ങൾ, അധിക ലൈറ്റുകൾ, ഓഡിയോ സംവിധാനങ്ങൾ തുടങ്ങി 9 വിഭാഗങ്ങളിലായാണ് അഭിപ്രായം തേടുന്നത്. പട്ടികയിൽ ഉൾപ്പെടാത്ത മറ്റ് നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അവസരമുണ്ട്. മോഡിഫിക്കേഷൻ ഏതു തരത്തിലുള്ള റോഡുകളിൽ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇത്തരം മാറ്റങ്ങൾ വാഹനത്തിന്റെ സുരക്ഷയെയോ ഇൻഷുറൻസ് പരിരക്ഷയോ ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കും സർവേയിൽ മറുപടി നൽകണം. മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതിന് പ്രത്യേക ഫീസ് ഈടാക്കുന്നതിനെക്കുറിച്ചും അതിനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും വാഹന ഉടമകളുടെ അഭിപ്രായം വകുപ്പ് തേടുന്നുണ്ട്. 10 ദിവസത്തേക്കാണ് സർവേ നടത്തുക. സർവേയിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച ശേഷം ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സമിതി ശുപാർശ തയ്യാറാക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച അന്തിമ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ഉത്തരവായി പുറത്തിറക്കുക. ന്യൂസ് ഡെസ്ക് TCV. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടത്തിയ പ്രകടനങ്ങളിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് CPI പാർലമെന്ററി പാർട്ടി നേതാവ് കെ രാജൻ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും അദ്ദേഹം കത്തയച്ചു.
നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കു നേരെ പോലീസിന്റെയും സംഘപരിവാർ ഗുണ്ടകളുടെയും ക്രൂരമായ ആക്രമണമാണ് ഡൽഹിയിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. കേരളത്തിൽ AISF-ഉം SFI-യും AYF-ഉം DYFI-യും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഡൽഹി നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം എന്നിവിടങ്ങളിൽ ക്രൂരമായ ലാത്തിച്ചാർജ് അടക്കം കേന്ദ്രത്തിന് തുല്യമായ നടപടിയാണ് കേരളത്തിൽ പോലീസ് AYF, AISF പ്രവർത്തകർക്ക് നേരെ നടത്തിയത്. പൊതുസമൂഹത്തിന്റെ പ്രതിഷേധങ്ങൾക്കെതിരെ കേസുകൾ പാടില്ലെന്ന് നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുടെയും പൊതുപ്രവർത്തകരുടെയും പേരിൽ നിലവിലുള്ള മുഴുവൻ കേസുകളും പൂർണ്ണമായി പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകണമെന്ന് കെ രാജൻ കത്തിൽ ആവശ്യപ്പെട്ടു. പ്രിയദർശിനി സർവീസുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ KSRTC CMD നിർദ്ദേശം നൽകി. പരമാവധി ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പ്രിയദർശിനി സർവീസുകളിലെ യാത്രക്കാരുടെ എണ്ണവും കളക്ഷനും ഓരോ ഡിപ്പോയും അതത് ദിവസം പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. ടിക്കറ്റുകളുടെ എണ്ണവും ആകെ ടിക്കറ്റ് നിരക്കും എല്ലാ ദിവസവും രേഖപ്പെടുത്തണമെന്ന് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയ വിവരങ്ങൾ ടിക്കറ്റ് ആൻഡ് ക്യാഷ് സൂപ്രണ്ടും ഓഡിറ്റ് സൂപ്രണ്ടും പരിശോധിച്ച് ഒപ്പുവയ്ക്കണം. പ്രതിദിന കളക്ഷൻ രേഖപ്പെടുത്തുന്ന സീഡിറ്റ് പ്രോഗ്രാമിലും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിനൊപ്പം അച്ചടക്ക നടപടിയും സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പരമാവധി ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതേസമയം പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി ഉപയോഗിക്കുന്ന വനിതകൾക്ക് പ്രത്യേകം കാർഡ് നൽകുന്നത് പരിഗണനയിൽ. പദ്ധതി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും ചില ജീവനക്കാർ ഒന്നിലേറെ ടിക്കറ്റുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് കാർഡ് നൽകാൻ ആലോചിക്കുന്നത്. ദൂരേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഇടയ്ക്ക് യാത്ര അവസാനിപ്പിക്കുന്നതുൾപ്പെടെ ഒട്ടേറെ പരാതികൾ ഗതാഗത വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. പദ്ധതി നിരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കാർഡ് അത്യാവശ്യമാണെന്നാണ് അഭിപ്രായം. എന്നാൽ സൗജന്യയാത്രയ്ക്ക് കാർഡുകൾ ഏർപ്പെടുത്തണമെങ്കിൽ കടമ്പകളേറെയാണ്. ദിവസവും 12 ലക്ഷത്തിലേറെ സ്ത്രീകളാണ് സൗജന്യയാത്ര ചെയ്യുന്നത്. ഇവർക്കെല്ലാം കാർഡ് നൽകേണ്ടി വരുമ്പോഴുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചും സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. മണിക്കൂറുകളുടെ പ്രയത്നത്തിന് ശേഷം 3 വയസ്സുള്ള പെൺപുലിയെ പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. മുഖത്ത് പരിക്കേറ്റ പുലിയെ ചികിത്സയ്ക്ക് ശേഷം കാരിക്കടവ് വനമേഖലയിലേക്ക് കൊണ്ടുപോകുമെന്ന് ചാലക്കുടി DFO M. വെങ്കടേശ്വരൻ പറഞ്ഞു. വെട്ടിക്കുഴി പണ്ടാരമ്പാറ പ്രദേശത്തെ ചക്കാലക്കൽ റോയിയുടെ വീട്ടുപറമ്പിൽ വെച്ചിരുന്ന കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. 1.5 മാസം മുൻപാണ് റോയിയുടെ വീട്ടുപറമ്പിൽ കെണിക്കൂട് സ്ഥാപിച്ചത്. ഇയാളുടെ വീടിന് തൊട്ടരികിലെ കോഴിക്കൂട്ടിൽ കടന്ന പുലി ഏതാനും കോഴികളെ വകവരുത്തിയിരുന്നു. അന്ന് രാത്രി പുറത്തിറങ്ങി നോക്കിയ റോയ് കോഴിക്കൂട്ടിൽ നിന്നിരുന്ന പുലിയെ കണ്ടു. അതിനു മുൻപ് ഇയാളുടെ വളർത്തുനായെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കെണിക്കൂട് സ്ഥാപിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 5 മണിയോടെയാണ് കൂട്ടിൽ പുലി അകപ്പെട്ട വിവരം ചക്കാലക്കൽ റോയി അറിഞ്ഞത്. പിന്നീട് നാട്ടുകാരും സ്ഥലത്തെത്തി. ഇതിനിടെ കൂട്ടിൽ കിടന്ന് പലവട്ടം മുന്നോട്ടാഞ്ഞ പുലിയുടെ മുഖത്ത് കമ്പികൾ കൊണ്ട് ചെറിയ മുറിവും സംഭവിച്ചു. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഷീറ്റ് ഉപയോഗിച്ച് കൂട് മറച്ചു. കോടനാട് ആന സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ മിഥുൻ സ്ഥലത്തെത്തി പുലിയെ നിരീക്ഷിച്ചു. TCV ചാലക്കുടി. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമായി. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെയും കിഴക്കൻ അറബിക്കടലിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായാണ് മഴ വീണ്ടും കനക്കുന്നത്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഈ ജില്ലകളിൽ ശക്തമായ മഴയോടൊപ്പം ഇടിമിന്നലോടുകൂടിയ കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. കുറ്റിപ്പുറം ബസ് അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെ പഴിച്ച് സ്വകാര്യ ബസ് ഉടമകൾ. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ബസ് അപകടമുണ്ടായ ഇടത്താണ് TCV വാർത്താ സംഘം നിൽക്കുന്നത്. പശ്ചാത്തലത്തിൽ നമുക്ക് ബോർഡ് കാണാം. ഗുരുവായൂരിലേക്കും തൃശ്ശൂരിലേക്കുമുള്ള ബോർഡ്. തൊട്ടപ്പുറത്ത് വെളിപ്പാറയിലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇനി ആ അപകടം സംഭവിച്ച ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിട്ടിരിക്കുന്നു. അമിത വേഗത്തിലായിരുന്ന ബസ് മഴയുണ്ടായിരുന്നു. ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നി മറിയുകയായിരുന്നു. ഒരു ഡിവൈഡറിലേക്ക് മറിഞ്ഞ് ബസ് പാതിയായി മുറിഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും അപകട കാരണം അന്വേഷിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മഴയാണ്, ഹൈഡ്രോപ്ലെയിനിങ് സാങ്കേതിക കാരണങ്ങളാൽ ആ വാർത്ത പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. മറ്റു വാർത്തകൾ നോക്കാം. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സണെതിരെ ചിലർ വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകരെ കൂട്ടുപിടിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇരിങ്ങാലക്കുട കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു.
കഴിഞ്ഞ ദിവസം സ്വകാര്യ സ്ഥാപനത്തിന്റെ ചടങ്ങിലെത്തിയ MP ജാക്സനെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും ഇത് നാട്ടിൽ സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും നേതാക്കൾ ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യമെന്നും റിസർവ് ബാങ്കിന്റെ നടപടി വന്നതിനാൽ MP ജാക്സന് ഇപ്പോൾ ബാങ്കുമായി യാതൊരു ബന്ധമില്ലെന്നും ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, VC വർഗീസ്, അബ്ദുൽ ഹക്ക്, ജോമോൻ മന്നത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത്താണി സെന്ററിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി SK ബുൾബുളിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ VJ ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ JO ജെറിൻ, V തൗഫീഖ് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടത്തി. പെരിഞ്ഞനത്ത് നടന്ന സമ്മേളനം സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് അമർലാൽ അധ്യക്ഷനായി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ, ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ്, ഏരിയ വൈസ് പ്രസിഡന്റ് രഘു പുല്ലാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, സുജിത സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ ഊർജിതപ്പെടുത്തുകയും പുനരധിവാസ പദ്ധതികൾ പുനരാവിഷ്കരിക്കുകയും ചെയ്യണമെന്ന് ദല ഓർമ്മകൾ 8ാം വാർഷിക സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ദുബായിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ദലയിൽ പ്രവർത്തിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ കൂട്ടായ്മയാണ് ദല ഓർമ്മകൾ. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന സമ്മേളനം കവി PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകരായ MM സജീന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, അരവിന്ദൻ പണിക്കശ്ശേരി, ലത്തീഫ് മമ്മിയൂർ എന്നിവർ സംബന്ധിച്ചു. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ എക്സൈസ് വകുപ്പിന്റെ പുതിയ നീക്കം. മയങ്ങില്ല കേരളം ക്യാമ്പയിന്റെ ഭാഗമായി 14 ജില്ലകളിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് 1600 ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ വിതരണം ചെയ്തു. ഉമിനീർ ഉപയോഗിച്ച് സമീപകാല ലഹരി ഉപയോഗം കണ്ടെത്താൻ കഴിയുന്ന 8-in-1 റാപ്പിഡ് ടെസ്റ്റ് കിറ്റാണ് പ്രധാന ആകർഷണം. സ്കൂളുകളിലടക്കം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ബാറുകളിലും ബിവറേജ് ഔട്ട്ലെറ്റുകളിലും ഷാപ്പുകളിലും പരിശോധന നടത്താനും വ്യാജമദ്യം തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് അപകടത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ പിന്നിലിരുന്ന് ആളുകൾക്ക് പരിക്കേറ്റതിനെ തുടർന്നുണ്ടായ നഷ്ടപരിഹാര തുക വെട്ടിക്കുറയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി. അപകട കാരണം വാഹനം ഓടിച്ച ആളുടെ അശ്രദ്ധയാണെങ്കിൽ പോലും പിൻസീറ്റിലിരിക്കുന്ന ആളിന്റെ നഷ്ടപരിഹാരം കുറയ്ക്കാനാവില്ലെന്നാണ് കോടതിയുടെ വിശദീകരണം. ഇരുചക്ര വാഹനം ഓടിച്ച ആളുടെ അശ്രദ്ധയ്ക്ക് നിരപരാധിയായ യാത്രികനെ കുറ്റക്കാരനാക്കാനോ ഉത്തരവാദിയാക്കാനോ കഴിയില്ലെന്ന് ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ നിരീക്ഷിച്ചു. സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ സന്തോഷ് എന്നയാൾ നൽകിയ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കുറ്റിപ്പുറം ബസ് അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെ പഴിച്ച് സ്വകാര്യ ബസ് ഉടമകൾ. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ബസ് അപകടമുണ്ടായിടത്താണ് TCV വാർത്താ സംഘം നിൽക്കുന്നത്. പശ്ചാത്തലത്തിൽ നമുക്ക് ബോർഡ് കാണാം. ഗുരുവായൂരിലേക്കും തൃശ്ശൂരിലേക്കുമുള്ള ബോർഡ്. തൊട്ടപ്പുറത്ത് വിളിപ്പാറയിലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇനി ആ അപകടം സംഭവിച്ച ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിട്ടിരിക്കുന്നു. അമിത വേഗത്തിലായിരുന്ന ബസ് മഴയുണ്ടായിരുന്നു. ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നി മറിയുകയായിരുന്നു. ഒരു ഡിവൈഡറിലേക്ക് മറിഞ്ഞ് ബസ് പാതിയായി മുറിഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും അപകട കാരണം അന്വേഷിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മഴയാണ്, ഹൈഡ്രോപ്ലെയിനിങ്, അതായത് ടയറിനടിയിൽ ജലപാളി രൂപപ്പെട്ടിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കാരണം സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുകയും മൊബൈൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ ഉയരുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിനെ വകുപ്പിൽ ഉദ്യോഗസ്ഥരെയും അതിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സംയുക്തമായി തന്നെ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നെല്ലാം അന്വേഷിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തന്നെയാണത്. ഈ കുറ്റിപ്പുറത്തുണ്ടായത് ഒറ്റപ്പെട്ടൊരു അപകടം മാത്രമല്ല, വലിയ രീതിയിലുള്ള അപകടങ്ങൾ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലുണ്ടാകുന്നുണ്ട്. വലിയ വേഗതയിൽ മറ്റ് കാറുകൾക്കായാലും ബൈക്കുകൾക്കായാലും ഒന്നും വഴി കൊടുക്കാതെ പായേണ്ടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമസ്ഥരോടും ബസ് ജീവനക്കാരോടും TCV വാർത്താ സംഘം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് പ്രധാന കാരണം മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണെന്നാണ്.
അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സമയം രൂപീകരിച്ചിട്ടുള്ളത്. ഓരോ പോയിന്റുകളിൽ നിന്ന് മറ്റ് പോയിന്റുകളിലേക്കുള്ള സമയം രൂപീകരിച്ചിട്ടുള്ളത്. അവർ പറയുന്നു 1 കിലോമീറ്ററിന് 1.5 മിനിറ്റാണ് നൽകുന്നതെന്ന്. അതായത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് 24 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 36 മിനിറ്റുകൾ കൊണ്ട് ഓടിയെത്തേണ്ട ഒരു ഗതികേട് സ്വകാര്യ ബസ്സുകൾക്കുണ്ട് എന്ന് ബസ് ഉടമകൾ പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം തൃശ്ശൂർ സെക്ടൻ സ്റ്റാൻഡിൽ നിന്ന് പൂങ്കുന്നം വരെ എത്തണമെങ്കിൽ പോലും 20 മിനിറ്റ് സമയം സ്വകാര്യ ബസ്സുകൾക്ക് എടുക്കും. കാരണം അത്രയേറെ ബ്ലോക്കുണ്ട്. ബാക്കി 16 മിനിറ്റുകൾ കൊണ്ട് വേണം പൂങ്കുന്നത്ത് നിന്ന് കുന്നംകുളത്തേക്ക് ഓടിയെത്താൻ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അമിത വേഗം എടുക്കാതിരിക്കുക എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇടത്ത് തന്നെയാണ് ഇവിടെയാണ് അപകടം സംഭവിച്ചത്. ആ ഇറക്കമിറങ്ങിയായിരുന്നു ഡിഫൻഡർ എന്ന ബസ്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന ഡിഫൻഡർ എന്ന ബസ് വന്നിരുന്നത്. അവിടെ വെച്ച് ബ്രേക്ക് ചവിട്ടി മറിഞ്ഞ് ഈ ഡിവൈഡറിന് മുന്നിലേക്കാണ് മറിഞ്ഞത്. ആ ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കവിടെ കാണാം. ആഷിഖ് ആ ദൃശ്യങ്ങളിലേക്ക് തൃശ്ശൂർ എന്ന ബോർഡ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബസ്സുകളുടെ കോഴിക്കോട് എന്ന ബോർഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ നിരവധിയായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട അപകടമായി മാറ്റി നിർത്താതെ കൃത്യമായ പഠനം തന്നെ വേണം. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിച്ച സമയത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ഇനിയും ധാരാളം അപകടങ്ങൾ കുറ്റിപ്പുറത്ത് മാത്രമല്ല തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ ഇനിയും അനവധി അപകടങ്ങൾക്ക് കാരണമാകും. എന്തായാലും ഉദ്യോഗസ്ഥർ ഇത് കണ്ടെങ്കിലും പഠിക്കട്ടെ, മാറ്റമുണ്ടാവട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. French Dairy Pistachio Kunafa Bar. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഓഫീസർമാരായ V വിജീഷ്, PB അജയ്, അഖിൽ അജിത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാൽ, അധ്യാപിക ശുഭ എന്നിവർ സംസാരിച്ചു. എളവള്ളി വായനശാലയും +40 സ്റ്റാർ ഫുട്ബോൾ ക്ലബ്ബും സാമ്പത്തികോദ്ധാരണ സംഘം എളവള്ളിയും സംയുക്തമായി കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KR പ്രേമൻ അധ്യക്ഷനായി. ബാജി കുറുമ്പൂർ, സുധീർ എളവള്ളി, CK ബാബു, ശാലിനി KS എന്നിവർ സംസാരിച്ചു. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സ്മരണികയുടെ പ്രകാശനം നടത്തി. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA സ്മരണിക കവി സുധാകരൻ പാവർട്ടിക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, സ്മരണിക ചീഫ് എഡിറ്റർ M നളിൻ ബാബു, മുല്ലശ്ശേരി പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീദേവി ഡേവിസ്, CV ബാബു, സന്ധ്യ സുനീഷ്, പ്രിയങ്ക വൈശാഖ്, പ്രസിഡന്റ് PK രാജൻ, PTA പ്രസിഡന്റ് സ്മിനീഷ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ കുത്താമ്പള്ളി പുതിയ പാലത്തിന് സമീപം തെരുവുനായ ശല്യം രൂക്ഷം. പ്രഭാത സവാരിക്കിറങ്ങുന്നവർ ഭയത്തോടെയാണ് ഈ ഭാഗത്ത് സഞ്ചരിക്കുന്നത്. വാഹനയാത്രക്കാർക്കും തെരുവുനായ്ക്കൾ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നായ്ക്കൾ കുറുകെ ചാടുന്നത് മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. ഭക്ഷണ അവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തെരുവുനായ്ക്കൾ തമ്പടിക്കാൻ കാരണമാകുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. പുതിയ പാലത്തിന്റെ അവിടെ വേസ്റ്റുകൾ കൊടുന്നിടുന്നുണ്ട്. വേസ്റ്റ് ഇടുന്നത് കൊണ്ട് നായ്ക്കളുടെ ശല്യം ഒരുപാട് കൂടുന്നുണ്ട്. നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. പാലം നന്നായിട്ട് റോഡും ഇതൊക്കെ നന്നായി കഴിഞ്ഞപ്പം പട്ടികളുടെ ശല്യം കൂടി. അവിടെ ആൾക്കാർ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ഇടുന്നു, പുറമേന്ന് വേസ്റ്റ് കൊണ്ടിടുന്നു. വണ്ടികളാണെങ്കിൽ അമിത വേഗത്തിലാണ് വരുന്നത്. അത്യാവശ്യമായിട്ട് ക്യാമറ സ്ഥാപിച്ച് ഈ വേസ്റ്റ് കൊണ്ടുവരുന്നതിന് നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഏർപ്പെടുത്തണം. തോളൂർ സെന്റ് അൽഫോൺസ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതോർക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഫാദർ പോൾ മാളിയമ്മാവ് കൂടുതോർക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ, ട്രസ്റ്റിമാരായ CO ചാർലി, CJ ജോബിൻ, CT ജോബി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
വെള്ളങ്ങല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും പീപ്പിൾസ് നീതി ലാബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തി. കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് ജോയിന്റ് രജിസ്ട്രാർ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് AR രാമദാസ്, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി, ES സാബു, EV സജീവ് എന്നിവർ സംസാരിച്ചു. ക്ലാസ് മുറികളെ ഹരിതാഭമാക്കി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. ക്ലാസ് മുറികളിൽ ഇൻഡോർ പ്ലാന്റുകളുടെ നിറഭംഗിയും ഊർജ്ജവും നിറയ്ക്കുകയാണ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. ലോക പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള വേറിട്ട പദ്ധതി നടപ്പിലാക്കിയത്. ക്ലാസ് അംഗങ്ങളിൽ ശുദ്ധവായു നിറച്ച് സുന്ദരമാക്കി വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയത്തിലെ ഇക്കോ ക്ലബ്ബും സ്കൌട്ട് സംഘടനയും ചേർന്ന് ഈ വേറിട്ട സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനം മുതൽ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന അലങ്കാര ചെടികളും സ്കൂളിൽ തന്നെ നട്ടുവളർത്തിയ ചെടികളും ചേർത്താണ് ഓരോ ക്ലാസ് മുറികളും ഹരിത ഭംഗിയിലേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥി മനസ്സുകളിൽ സൗന്ദര്യബോധവും പ്രകൃതി സംരക്ഷണ ചിന്തയും പ്രസരിപ്പും നിറയ്ക്കാനും പരമ്പരാഗത ക്ലാസ് മുറികളുടെ മടുപ്പൊഴിവാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾക്കാവുമെന്ന് വിദ്യാലയ അധികൃതർ അഭിപ്രായപ്പെട്ടു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ ഗ്രീൻ അംബാസഡർ പ്രഖ്യാപനം നടത്തി. PTA പ്രസിഡന്റ് സിബി സുരേഷ്, പ്രധാന അധ്യാപിക ജിഷ മാത്യു, പരിസ്ഥിതി ക്ലബ് കൺവീനർ ഷൈജു TK, സ്കൌട്ട് മാസ്റ്റർ ജോബിനം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV കൊടകര. തൃശൂർ കളക്ടറേറ്റ് കോമ്പൗണ്ടിലെ കുടുംബശ്രീ ശ്രേയസ് കഫേ ക്യാന്റീന്റെ സീലിംഗ് അടർന്നു വീണു. സീലിംഗ് വീണ് ഫാനുകൾ തകർന്നു. സീലിംഗ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം. OV സന്തോഷിന്റെ ഓർമ്മയ്ക്കായി അമ്പലപുരം ജനകീയ ആരോഗ്യ സമിതി കർക്കിടകം 1 മുതൽ നടത്തിവന്ന 3ാമത് ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ നിർവഹിച്ചു. സേവ്യർ ചില്ലപ്പിള്ളി MLA, നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ലിജി മധു, KR ചാർലി തുടങ്ങിയവർ പങ്കെടുത്തു. മതമൈത്രി സംഗമം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിയായ യുവാവ് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നു. പുളിക്കൽ വീട്ടിൽ സന്തോഷിന്റെ മകൻ അനന്തുവാണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. 35 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുമെന്നതിനാൽ ഇത്രയും വലിയ തുക സമാഹരിക്കാനാകാതെ വിഷമിക്കുകയാണ് അനന്തുവിന്റെ കുടുംബം. അനന്തുവിനെ സഹായിക്കാനായി പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ചെയർമാനും ശാലിനി ജോയ് കൺവീനറും ബിന്ദു സുരേഷ് ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ അനന്തു ചികിത്സാ സഹായ കൂപ്പൺ വിതരണോദ്ഘാടന ചടങ്ങ് അവിട്ടപ്പള്ളിയിൽ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, ശാലിനി ജോയ്, സാമൂഹിക പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വിജിത് വർഗീസ്, ബിന്ദു സുരേഷ് എന്നിവർ സംസാരിച്ചു. അനന്തുവിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കനറ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിലെ 110 29 09 49 919 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV കൊടകര. തളിക്കുളം പഞ്ചായത്തും കുടുംബശ്രീ CDSും സംയുക്തമായി അഗതിരഹിത കേരളം ഗുണഭോക്താക്കൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഹണി പ്രസാദ് അധ്യക്ഷയായി. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രാജി കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ PA ഷൌക്കത്ത് അലി, വാർഡ് മെമ്പർ ബാബു വല്ലത്ത്, ഡോക്ടർമാരായ ശ്രീരേഖ, കിരൺ, സുമയ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജും ഗ്രന്ഥപുരയുമായി സഹകരിച്ച് താളിയോല ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. താളിയോലകൾ ശേഖരിച്ച് ഡിജിറ്റലൈസേഷൻ നടത്തി പഠന ആവശ്യങ്ങൾക്കും മറ്റു പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ സെന്റ് ജോസഫ് കോളേജ് ശേഖരിച്ചിട്ടുള്ള താളിയോലകൾ ഡിജിറ്റലൈസേഷൻ നടത്തി ഗ്രന്ഥപുര വഴി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയായ ലിറ്റി ചാക്കോയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊരട്ടിക്കരയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല.
തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസും ചങ്ങരംകുളത്ത് നിന്ന് എരുമപ്പെട്ടിയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ് കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറിലിടിക്കുകയായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. ഇന്ന് പുലർച്ചെ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു അന്ത്യം. 67 വയസ്സായിരുന്നു. അർബുദ രോഗത്തിന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. സഹകരണ മേഖലയിലെ അതികായനെയാണ് ഇതോടെ കേരളത്തിന് നഷ്ടമായത്. മികച്ച സഹകാരിക്കുള്ള പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. സംസ്കാരം നാളെ രാവിലെ 11-ന് വടകരയിലെ വസതിയിൽ നടക്കും. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മാള യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PC ജോസഫ് ലൈഫ് ലൈൻ ബോണ്ട് വിതരണം ചെയ്തു. ജില്ലാ ട്രഷറർ പുതിയ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സജി മാമ്പിള്ളി, ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ ബാബു ഡേവിസ്, യൂണിറ്റ് സെക്രട്ടറി PN സജീവ്, KT ബൈജു, IK പ്രകാശൻ, PM ടോണി, AS സുബീഷ് എന്നിവർ സംസാരിച്ചു. കാപ്പുത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ അന്നാമ്പാടം സ്വദേശി വലിയകത്ത് വീട്ടിൽ നവാസാണ് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KK ഷബാബ്, ഗ്രേഡ് സീനിയർ CPO ബിജീഷ് സ്റ്റീഫൻ, CPOമാരായ അലക്സ് അഗസ്റ്റി, അഖിൽ, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രിക്കടക്കാരൻ അറസ്റ്റിൽ. മോഷണ മുതലുകൾ അമിത ലാഭത്തിനായി വാങ്ങി സൂക്ഷിച്ചതിന് മാള കോട്ടമുറി സ്വദേശി തെഗുവിൽ വീട്ടിൽ അലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 21-നാണ് തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടാവ് കവർന്നത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, SIമാരായ അതുൽ മോഹൻ, ജാക്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,215 രൂപ, പവന് 1,05,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടില്ലെന്ന് ഹൈക്കോടതി. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും ഹൈക്കോടതി. സംസ്ഥാനത്ത് നിന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. ഇന്ന് 400 മുതൽ 500 മെഗാവാട്ട് വരെ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ അറിയിക്കാൻ സൗകര്യമൊരുക്കി മോട്ടോർ വാഹന വകുപ്പ്. അഭിപ്രായം അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സർവേ തുടങ്ങി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടത്തിയ പ്രകടനങ്ങളിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് CPI. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് K രാജൻ MLA കത്ത് നൽകി. പ്രിയദർശിനി സർവീസുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി KSRTC CMD. ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡിനും നിർദ്ദേശം. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. പ്രദേശത്ത് 1.5 മാസമായി ഭീതി പരത്തിയ പുലിയാണ് കുടുങ്ങിയത്. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമായി. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.